Welcome to the 7th lecture of Class 10 History chapter, The Rise of Nationalism in Europe. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? വിഷ്വലൈസിങ് ദ നേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ലെക്ചറിൽ ഇത് നമ്മളുടെ കൺക്ലൂഡിങ് ലെക്ചറാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം. അപ്പോൾ ഇമ്പീരിയലിസം എന്താണ്, നാഷണലിസം എന്താണ് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഓപ്പൺ ദ ടോപ്പിക്. പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ, അതായത് ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് 19th സെഞ്ച്വറി, അതുപോലെ തന്നെ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അപ്പോൾ ആ ഒരു സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത്? ഈ 19th സെഞ്ച്വറിയുടെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ നാഷണലിസം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഉടലെടുത്ത ഈ നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു വികാരം ഇമ്പീരിയലിസം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് കൺവേർട്ടഡ് ആയി പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് തോന്നാമല്ലേ എന്താണ് ഇമ്പീരിയലിസം എന്ന്. അപ്പോൾ മക്കളെ, നമ്മൾ നാഷണലിസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ദേശീയത, ഒരു രാജ്യം അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റ് ആകണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു കുറച്ച് ഒറിജിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറേ ഫാക്ടേഴ്സിൻ്റെ പേരിൽ ഒരു രാജ്യം എന്നുള്ള ആ ഒരു വികാരം, അതായിരുന്നു നാഷണലിസം അല്ലേ? അപ്പോൾ ഇമ്പീരിയലിസം എന്തായിരിക്കും? അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇമ്പീരിയലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലായിരുന്നു അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ, സാമ്രാജ്യത്വം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ മക്കളെ, ഇപ്പോൾ നമ്മളൊരു രാജ്യമാവണം, ഒരു നാഷണലിസം എന്നൊക്കെ പറഞ്ഞ ഒരു വികാരം അങ്ങനെ അങ്ങോട്ട് കൂടി ഇത്തിരി സൈക്കോ ആണെന്നൊക്കെ പറയുന്ന പോലെ, ഇത് അങ്ങ് അഗ്രസീവ് നാഷണലിസം, ഒരു അതിതീവ്ര ദേശീയതയിലേക്ക് വഴിമാറുക. അപ്പോൾ നമ്മുടെ രാജ്യം, അതായത് എൻ്റെ രാജ്യമായിരിക്കണം കുറേയും കൂടെ ബെസ്റ്റ്, കൂടുതൽ അതിർത്തികളൊക്കെ എക്സ്പാൻഡ് ചെയ്ത്, ടെറിട്ടറീസൊക്കെ എക്സ്പാൻഡ് ചെയ്ത്, അപ്പോൾ മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളെയും കൂടെ നമ്മുടെ അധീനതയിലേക്കാക്കി, അപ്പോൾ നമ്മുടെ രാജ്യം കുറേയും കൂടെ കൂടുതലേ, അപ്പോൾ എക്കണോമിക്കലി പൊളിറ്റിക്കലി എല്ലാം മറ്റുള്ളവരെ നമ്മളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് നമ്മുടെ രാജ്യം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു അങ്ങനെയുള്ള ആ ഒരു വികാരമാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ആസ് വി സെഡ്, എന്താണ് ഇമ്പീരിയലിസം? ഒരു കൺട്രി, ആ കൺട്രിയുടെ പവേഴ്സൊക്കെ എക്സ്പാൻഡ് ചെയ്യാണ് മിലിറ്ററിയുടെ ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മീൻസിൽ. പക്ഷേ ശരിക്കും അവിടെ എന്താണ്, വേറൊരു രാജ്യത്തിൻ്റെ എല്ലാം കൊണ്ടും ആ രാജ്യത്തെ ഇങ്ങനെ കീഴ്പ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം. അപ്പോൾ ഇതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 19th സെഞ്ച്വറിയുടെ അവസാനത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു യൂറോപ്യൻ കൺട്രീസിൽ വന്ന ആ ഒരു അല്ലെങ്കിൽ കണ്ടുവന്ന ഈ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബാൾക്കൻ റീജിയനിലാണ്. അപ്പോൾ ഈ ബാൾക്കൻ റീജിയൻസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് മാപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും ബാൾക്കൻ റീജിയൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ സെർബിയ, ക്രൊയേഷ്യ, ബൾഗേറിയ, അങ്ങനെ കുറേ രാജ്യങ്ങൾ ചേർന്നിട്ട്, ഗ്രീസ്, മോണ്ടിനെഗ്രോ, അങ്ങനെ ഈ ഒരു ഏരിയകളൊക്കെ കൂടി ചേർന്ന ആ ഒരു പ്രദേശത്തിനാണ് നമ്മൾ ബാൾക്കൻ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ബാൾക്കൻ റീജിയൻ എന്ന് പറയുന്നത്, ബാൾക്കൻ സഖ്യം എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും അവർക്ക് അവരുടേതായ ഒരു ട്രഡീഷണൽ, ജോഗ്രഫിക്കൽ ആൻഡ് എത്നിക് വേരിയേഷൻസ്, അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റുകളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും മക്കളെ, നമ്മളുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടായിരുന്ന നാഷണലിസം, റൊമാൻറ്റിസിസം ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ ഒക്കെ ഇവിടെയും കൂടെ വന്നപ്പോഴത്തേക്കും ഇവർക്കും സ്വതന്ത്രമായ രാഷ്ട്രങ്ങളാകണം, നേഷൻ സ്റ്റേറ്റ്സ് ആകണം എന്നുള്ള ആഗ്രഹം തുടങ്ങി. അവർ അതിനു വേണ്ടിയിട്ട് റിവോൾട്ട്സ് ഒക്കെ തുടങ്ങി. ദെൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു നേഷൻ സ്റ്റേറ്റ് ആകാനായിട്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ, എംപയറിനെതിരെ, തുർക്കുകൾക്കെതിരെ ഇവർ പട നയിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഓർത്തു നോക്കി, ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ റൊമാൻറ്റിക് നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഒക്കെ വന്നപ്പോഴത്തേക്കും ഇവരും ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പ്ലോസീവ് ആവുകയാണ്, ഇവർക്കും നേഷൻ സ്റ്റേറ്റ് ആവണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദ ബാൾക്കൻ ക്രൈസിസ് ഓഫ് 1914 എന്നാണ് പറയാം, 1914 ബാൾക്കൻ ക്രൈസിസ് എന്നാണ് പറയാം. അപ്പോൾ ആ ഒരു സമയം ആയപ്പോഴേക്കും ഇവർ ഓട്ടോമൻ സാമ്രാജ്യത്തെ ഡിഫീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയാണ് അടുത്ത പ്രശ്നങ്ങൾ ആരംഭിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇവർ തുർക്കുകളെയൊക്കെ പരാജയപ്പെടുത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ കുറച്ചേറെ സ്റ്റേറ്റുകളുണ്ട് അല്ലേ? സെർബിയ, ക്രൊയേഷ്യ, ഗ്രീസ്, ബൾഗേറിയ, അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്, പല സ്റ്റേറ്റുകളാണ്. അപ്പോൾ
ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിന്ന് അവർ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ തമ്മിൽ പിന്നെ കൂട്ടത്തല്ലായി. എന്താ കാര്യം? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ജലസാണ്. അപ്പം ഓരോരുത്തർക്കും അവരുടെ ആ ഒരു ടെറിട്ടറി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിന് ഒരാളുടെ ടെറിട്ടറി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? അടുത്ത ആളെ അതിൻ്റെ കീഴിലാക്കണം, അല്ലെങ്കിൽ അവരുടെ കുറച്ച് മാന്തിക്കൊണ്ട് പോകണം. അപ്പം നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ ജമ്മു കാശ്മീരും അല്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ നമ്മുടെ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ അധിനിവേശ കാശ്മീർ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ തട്ടിക്കയറി വരുന്ന പോലെ ഇവർ തമ്മിൽ അവസാനം കൂട്ടത്തല്ലായി. ആർക്കാണ് കൂടുതൽ ടെറിട്ടറി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇവർ ജയിച്ചു കഴിഞ്ഞപ്പം ഇവർ തമ്മിൽ ഒരു വീതം വെപ്പിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ അലമ്പായി. അപ്പോൾ ഇനി ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ഈ ഒരു സമയത്ത് നമുക്കറിയാലോ, നമ്മുടെ മേജർ യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഇറ്റലി, ജർമ്മനി, റഷ്യ, ബ്രിട്ടൻ ഒക്കെ അവർ ഓരോ നേഷൻ സ്റ്റേറ്റുകളായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ഇവർക്കും ഈ പറയുന്ന അവരുടെ നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു വികാരം ഇത്രയും കൂടി അങ്ങ് കൂടിയിട്ട് ഒരു തരം അഗ്രസീവ് നാഷണലിസം ആകാണ്. അതായത് അവരും അവരുടെ ടെറിട്ടറീസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കുള്ള വഴി എന്താണ്? ഈ ബാൾക്കൻ സ്റ്റേറ്റിലെ കുറേ സ്ഥലങ്ങളൊക്കെ ഇവരുടെ കീഴിലാക്കുകയാണെങ്കിൽ ഇവർ കുറച്ചും കൂടെ ഡോമിനേറ്റിംഗ് ആവും അല്ലേ. അപ്പോൾ ശരിക്കും മെയിൻലി നമ്മളുടെ ജർമ്മനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാൾക്കൻ റീജിയനിലുള്ള ഓസ്ട്രിയയുമായിട്ട് സെറ്റാണ്. ദെൻ അതുപോലെ തന്നെ റഷ്യ സെർബിയയുമായിട്ട് ഒരു കൂട്ടുകക്ഷിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദെൻ അവരുടേതായ ടെറിട്ടറീസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ജർമ്മനി, ഓസ്ട്രേലിയ ആ ഒരു സഖ്യം, ദെൻ സെർബിയ, റഷ്യ അടുത്തൊരു സഖ്യം. അപ്പോൾ ഇവർ തമ്മിൽ ഇവരിങ്ങനെ, അതായത് ഓസ്ട്രിയ അവരുടെ ടെറിട്ടറീസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, സെർബിയ അവരുടെ ടെറിട്ടറീസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ, അവിടെ ജർമ്മനിയും ഇവിടെ സെർബിയ, റഷ്യയുടെയൊക്കെ ഇതിൻ്റെ ഇടയിൽ ശരിക്കും നമ്മളുടെ ഒരു ആസ്ട്രോ ഹംഗേറിയൻ എംപയർ ആയിട്ടുള്ള ഒരു ആർച്ച് ഡ്യൂക്ക്, അതായത് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ഓസ്ട്രിയയുടെ ഒരു ആർച്ച് ഡ്യൂക്കിനെ സെർബിയയിൽ ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആ ഒരു ഫ്രാൻസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിൻ്റെ വൈഫ് സോഫിയയും ഇവർ രണ്ടുപേരും കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാവുക. അതായത് 1914 ഈ ഒരു ഇൻസിഡൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ എങ്ങും ഒരു 1918 വരെ നീണ്ടു നിന്ന ദ ഗ്രേറ്റ് വാർ എന്നൊക്കെ പറയുന്ന ദ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ശരിക്കും സെൻട്രൽ പവേഴ്സും അലീഡ് പവേഴ്സും തമ്മിലുള്ള ഒരു യുദ്ധം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വേൾഡ് വാർ അല്ല നമ്മളുടെ ഇഷ്യൂ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ അപ്പോൾ ശരിക്കും ഈ ബാൾക്കൻ റീജിയനിൽ ഉണ്ടായ കുറച്ച് സംഭവങ്ങളുടെ ബാക്കിയായിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് വേൾഡ് വാർ വരുന്നത്. അപ്പോൾ ഇവിടെ ബാൾക്കൻ റീജിയനിൽ ഉണ്ടായ പോലെ തന്നെ ദ ഗ്രേറ്റർ പവേഴ്സ് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ്, അതായത് നമ്മളുടെ ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടുത്തെ കുറച്ചുകൂടെ കൂടുതൽ യൂറോപ്യൻ പവേഴ്സ് ഉണ്ടായിരുന്ന കൺട്രി. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഈ ആ ഒരു സമയം കൊണ്ട് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം അവരുടെ ആ ഒരു ഇമ്പീരിയലിസം എന്ന് പറയുന്നത് അങ്ങ് വ്യാപിക്കുക. അതായത് പല പല രാജ്യങ്ങളെയും പല പല സ്ഥലങ്ങളെയും അവരുടെ കീഴിലാക്കാൻ, ഈവൻ നമ്മളുടെ ഇന്ത്യ പോലും ആ സമയത്ത് നമ്മളുടെ ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ കോളനികളാണ്. അപ്പോൾ എന്നിട്ട് നമ്മളുടെ ആ ഒരു നാഷണലിസത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ദ നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നമ്മളുടെ യൂറോപ്പിലുണ്ടായിരുന്ന നാഷണലിസം എങ്ങനെയാണെന്ന് കണ്ടു. ദെൻ അവിടെ എങ്ങനെയാണ് ആ നാഷണലിസം ഒരു അഗ്രസീവ് നാഷണലിസം, ദേശീയത ഒരു അതിതീവ്ര ദേശീയതയിലേക്ക് കൺവെർട്ടഡ് ആയതെന്ന് കണ്ടു. ആൻഡ് ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഇമ്പീരിയലിസത്തിലേക്ക് റിസൾട്ടഡ് ആയതെന്ന്, സാമ്രാജ്യത്വത്തിലേക്ക് നയിച്ചതെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ഒരു എൻ്റയർ ചാപ്റ്റർ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു റിവിഷൻ ലെക്ചറും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അഗെയിൻ നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ഒരു വലിയ സന്തോഷം അറിയിക്കുകയാണ്. നമ്മൾ 5K ഫാമിലിയായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് മൊത്തത്തിൽ ആഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എനിവേ, നിങ്ങളുടെ ഇത്രയും നാളത്തെ എല്ലാ സപ്പോർട്ടിനും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനില്ല. അപ്പോൾ എനിവേ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നല്ലോണം പഠിക്കണം. നമുക്ക് വളരെയധികം സമയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ ലെക്ചറുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, മിടുക്കരായിട്ടിരിക്കുക. ടാറ്റാ.